ജ്യോതിശാസ്ത്രജ്ഞരുടെ ഒരു അന്താരാഷ്ട്ര സംഘം ആൽമ ഡാറ്റ ഉപയോഗിച്ച് NGC 1266 എന്ന ഗാലക്സിയുടെ ഔട്ട്ഫ്ലോ പരിശോധിച്ചു. ഇതിന്റെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അറ്റക്കാമ ലാർജ് മില്ലിമീറ്റർ സബ്മില്ലിമീറ്റർ അറേ ആൽമയിൽ നിന്നുള്ള ആർക്കൈവൽ ഡാറ്റയാണ് ഈ പഠനത്തിനായി ഉപയോഗിച്ചത്. ഈ പുതിയ പഠനം NGC 1266 ഗാലക്സിയുടെ സ്വഭാവത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. NGC 1266 PGC 12131 എന്നും അറിയപ്പെടുന്നു. ഇത് ഏകദേശം 97.5 ദശലക്ഷം പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് എരിഡാനസ് രാശിയിലെ ഒരു ലെന്റിക്കുലാർ ഗാലക്സിയാണ്, അതായത് ഒരു ആദ്യകാലതരം ഗാലക്സി, ഏർലി ടൈപ്പ് ഗാലക്സിയാണ്. മുമ്പത്തെ നിരീക്ഷണങ്ങളിൽ NGC 1266-ൽ ഒരു ഒബ്സ്ക്യൂർഡ് ആക്റ്റീവ് ഗാലക്റ്റിക് ന്യൂക്ലിയസ് AGN ഉണ്ടെന്നും അതിൽ നിന്ന് വലിയ മോളിക്കുലാർ ഔട്ട്ഫ്ലോ ഉണ്ടാകുന്നുവെന്നും കണ്ടെത്തിയിരുന്നു. ഈ ഔട്ട്ഫ്ലോയുടെ കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ ജോൺസ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിലെ ജസ്റ്റിൻ അൽസുഷി ഓട്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം ജ്യോതിശാസ്ത്രജ്ഞർ തീരുമാനിച്ചു. ഈ ഔട്ട്ഫ്ലോ ഗാലക്സിയിലെ സ്റ്റാർ ഫോർമേഷനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് കണ്ടെത്തുകയായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. NGC 1266 പോലെയുള്ള ഗാലക്സികളിലെ ഔട്ട്ഫ്ലോകൾ നക്ഷത്ര രൂപീകരണത്തെ എങ്ങനെ തടയുന്നുവെന്നറിയാൻ ഇതൊരു മികച്ച കേസ് സ്റ്റഡിയാണ്. പഠനത്തിന്റെ ഭാഗമായി ഗവേഷകർ ആൽമ ബാൻഡ് 3, 6, 7 എന്നിവയിൽ നിന്നുള്ള നിരീക്ഷണ ഡാറ്റാ സെറ്റുകൾ പരിശോധിച്ചു. ഗവേഷകർ NGC 1266 ഔട്ട്ഫ്ലോയിലെ HCN ഹൈഡ്രജൻ സയനൈഡ്, CO കാർബൺ മോണോക്സൈഡ് വാതകങ്ങളുടെ ഉത്സർജനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. HCN ഉത്സർജനം ഔട്ട്ഫ്ലോയുടെ സാന്ദ്രത കൂടിയ ഒരു ഭാഗത്തെ സൂചിപ്പിക്കുന്നു, അതേസമയം CO ഉത്സർജനം നേരിയ വാതകത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഡാറ്റ ഉപയോഗിച്ച് ഗാലക്സിയുടെ ഭാവി പ്രവചിക്കാൻ ഗവേഷകർക്ക് കഴിഞ്ഞു. മോളിക്കുലാർ ഔട്ട്ഫ്ലോ റേറ്റിന്റെ ഉയർന്ന പരിധി 85 സോളാർ മാസുകളായി കണക്കാക്കപ്പെടുന്നു. ഈ മൂല്യം സൂചിപ്പിക്കുന്നത് NGC 1266-ലെ വാതകശേഖരം 450 ദശലക്ഷം വർഷങ്ങൾക്കുള്ളിൽ ഇല്ലാതാകുമെന്നാണ്. കുറഞ്ഞ നിലയിലുള്ള AGN പ്രവർത്തനം പോലും തന്മാത്രാവാതകങ്ങളെ സാവധാനം പുറന്തള്ളാൻ സാധ്യതയുണ്ടെന്നും ഇത് ഗാലക്സിയെ ദീർഘകാലത്തേക്ക് ശാന്തമാക്കാൻ കാരണമാകുമെന്നും ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു.